ആകുന്നു എന്ന് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ വിഷയത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കേണ്ട സമയത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ്. ഇവിടെ മനുഷ്യന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. ഈ ലോക വൈദ്യന്മാർക്ക് രോഗിയായിരുന്നപ്പോൾ ലാസറിന്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു ചെന്നാൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ജനത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു ചർച്ച, കർത്താവില്ല എങ്കിലും കർത്താവ് വന്നില്ലെങ്കിലും ഇവിടുത്തെ വൈദ്യന്മാര് നോക്കിയാൽ സൗഖ്യം കിട്ടിയനെ എന്ന് പറയും. അപ്പൊ ഈ ലോകത്തിന്റെ സാധ്യതകളെല്ലാം അസ്തമിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള തിരുവെഴുത്തുകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകണം. ഈ ലോകത്തിന്റെ ഒരു സംവിധാനങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ദൈവപ്രവൃത്തിയുടെ മഹാത്മ്യം വെളിപ്പെടുന്നത്. നമ്മൾ ഇതാണ് അറിയേണ്ടത്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വിശ്വാസ ജീവിത അനുഭവത്തിലൂടെ നിലനിൽക്കുന്ന എൻ്റെ സ്നേഹിതരോട് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വേലക്കാരായ എൻ്റെ കൂട്ടു സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മെ കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കുന്നത് ഈ ലോകജനത്തിന്റെ സാധ്യതകൾ അസ്തമിക്കുമ്പോഴാണ്. അതുവരെയും നാം വെയിറ്റ് ചെയ്യണം, അതുവരെയും നാം കാത്തിരിക്കണം. നമുക്ക് ദാനിയേൽ പ്രവചനത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം, അവിടെയുള്ള കൽദയരും മന്ത്രവാദികളും ശകുനവാദികളും ഒക്കെ നോക്കിയിട്ട് രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിപ്പാൻ കഴിയാതിരുന്നപ്പോൾ അവർ പറയാണ്, സ്വപ്നം പറ, ഞങ്ങൾ അർത്ഥം പറയാം. എന്നാൽ രാജാവ് പറഞ്ഞ സ്വപ്നം മറന്നുപോയി, നിങ്ങൾ സ്വപ്നവും പറയണം അർത്ഥവും പറയണം. ഈ ലോകത്തിലെ ആളുകൾക്ക് സ്വപ്നം പറഞ്ഞാൽ വ്യാഖ്യാനിപ്പാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ദൈവ പൈതലിന്, യഥാർത്ഥ ദൈവദാസന്, ദൈവാത്മാവ് നിയോഗത്താൽ മുമ്പോട്ട് പോകുന്നവന് വിഷയങ്ങളൊന്നും അറിയണ്ട, വിഷയവും വിടുതലും പറയുവാനുള്ള വ്യക്തമായ പ്രവചന ശക്തിയുണ്ട്. അതാണ് ദൈവ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ ഈ മന്ത്രവാദികളും ശകുനവാദികളും കൽദയരും പറയുന്നത് എങ്ങനെയാ? ജഡവാസമില്ലാത്തൊരു ദേവനെ കൊണ്ടല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയുകയില്ല. കർത്താവിന്റെ ദാസനായിരിക്കുന്ന പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ജഡത്തിൽ വസിച്ചുകൊണ്ട് ആത്മനിയോഗ ജീവിതം നയിക്കുന്ന ദൈവ മക്കളായി നിലനിൽപ്പാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. മാർത്തയുടെയും മറിയുടെയും അവരോടൊപ്പമായിരിക്കുന്നവരുടെയും യഹൂദന്മാരുടെയും അന്നത്തെ പശ്ചാത്തലത്തിൽ അവരുടെ സകല പ്രതീക്ഷകളും തകർന്നപ്പോൾ കർത്താവ് പറയുന്നു, ഇത് എനിക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്, എന്നിലൂടെ ദൈവം മഹത്വം എടുക്കുന്ന സമയമാണ്, അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കൽ വരുന്നത്, നമ്മുടെ സഭയിൽ വരുന്നത്, നമ്മുടെ കുടുംബത്തിൽ വരുന്നത്, നമ്മുടെ ബുദ്ധി അബലമാകുമ്പോൾ, നമ്മുടെ സകല കഴിവുകളും അസ്തമിക്കുമ്പോൾ നമ്മുടെ സഭയിൽ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അനവധി ദൈവദാസന്മാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. സഭയുടെ അന്തരീക്ഷം, എൻ്റെ പശ്ചാത്തലം കലുഷിതമായിരിക്കുമ്പോൾ അവിടെ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ സന്ധ്യാവേളയിൽ അറിഞ്ഞ് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കൂ. ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും.